നമസ്കാരം. കേരളത്തിലടുത്ത ഭരണം ആര് മുഖ്യമന്ത്രിയായിട്ട് സംസ്ഥാനം ഭരിക്കുമെന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത്. വീണ്ടും LDF തുടർഭരണം നേടി പിണറായി വിജയൻ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാകുമോ എന്നുള്ള ചർച്ചകളും ഒരു വശത്ത് ഇപ്പോൾ സജീവമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ കക്ഷികളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളിലേക്ക് കടക്കുന്ന ഒരു വർഷം തന്നെയാണ് ഈ 2025 എന്ന് പറയുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആധികാരികമായിട്ടുള്ള ഒരു ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലെത്തുക എന്നുള്ളത് UDF-ന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിനും ഏറെ നിർണായകമാണ്. ഇത് ലക്ഷ്യമിട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് മിഷൻ 2026 എന്ന പദ്ധതി KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ അവതരിപ്പിച്ചിരുന്നു. 100-ലധികം സീറ്റുകൾ നേടി കേരളത്തിൻ്റെ അധികാരം പിടിക്കുവാനുള്ള ഒരു പദ്ധതിയാണ് സതീശൻ നേതാക്കൾക്ക് മുൻപിൽ അവതരിപ്പിച്ചത്. അന്നാകട്ടെ അതിനെതിരെ ചില്ലറ വിമർശനങ്ങളൊക്കെ പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നു വന്നിരുന്നു. എങ്കിലും നിലമ്പൂർ ബൈ ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ സതീശൻ്റെ നേതൃത്വത്തെ കോൺഗ്രസ് ഹൈക്കമാൻഡ് കണക്കിലെടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. ഇത് കൂടാതെ തന്നെ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിനും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ്. കാരണം മുൻപ് രാഹുൽ ഗാന്ധിയും ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയും MP-മാരായിട്ടുള്ളത് കേരളത്തിൽ നിന്നാണ്. അത്തരം ഒരു സംസ്ഥാനത്ത് CPM പോലെ ഒരു പ്രാദേശിക കക്ഷിയോട് തുടർച്ചയായിട്ട് 3 വട്ടം പരാജയപ്പെടുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് അതും ദേശീയ തലത്തിൽ വലിയ തിരിച്ചടിയാകുന്ന ഒരു സംഭവമായിട്ട് മാറുകയും ചെയ്യും. ഇതിനാൽ തന്നെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനും കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധിയായിട്ടുള്ള രാഷ്ട്രീയ തന്ത്രജ്ഞൻ സുനിൽ കനകോലുവും ചേർന്നുകൊണ്ട് കൈകോർത്താണ് പുതിയ രാഷ്ട്രീയ പദ്ധതികൾ ഇപ്പോൾ കേരളത്തിന് വേണ്ടി ആവിഷ്കരിക്കുന്നത്. വളരെ കൃത്യമായ സർവേകളുടെ അടിസ്ഥാനത്തിൽ ഓരോ മണ്ഡലങ്ങളിലേക്കും ഏറ്റവും അനുയോജ്യരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിനായിട്ടാണ് ഇപ്പോൾ സർവേകൾ ഇപ്പോൾ നടക്കുന്നത്. മുൻപ് പാലക്കാടും ഇപ്പോൾ നിലമ്പൂരിലുമെല്ലാം ഇത്തരം സർവേയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കോൺഗ്രസ് പാർട്ടി അവരുടെ സ്ഥാനാർത്ഥി നിർണയം നടത്തിയിട്ടുള്ളത് എന്നതും നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ ഇത് പ്രകാരം കേരളത്തിൽ UDF-ന് തീരെ വിജയസാധ്യതയില്ലാത്ത വലിയ വെല്ലുവിളികൾ നേരിടുന്ന അവർ തുടർച്ചയായിട്ട് പരാജയപ്പെടുന്ന 30 പ്രാഥമിക മണ്ഡലങ്ങളുടെ പട്ടിക ഹൈക്കമാൻഡിൻ്റെ നേതൃത്വത്തിലുള്ള സർവേ ടീം ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 30 മണ്ഡലങ്ങളിലും ശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെച്ച് പരമാവധി മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുന്നതിനായിട്ട് അനുയോജ്യരായിട്ടുള്ള സ്ഥാനാർത്ഥികളെയും ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം News 18 അത് പുറത്തുവിടുകയും ചെയ്തു. അപ്പോൾ ഈ റിപ്പോർട്ടിൽ കോൺഗ്രസിലെ യുവ നേതാക്കളടക്കം ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് നേതാക്കളും ഉൾപ്പെടുന്നുണ്ട്. KSUവിൻ്റെ സംസ്ഥാനത്തെമ്പാടും പരിചിതമായിട്ടുള്ള മുഖങ്ങളായിട്ടുള്ള നേതാക്കളുണ്ട്. അതുമാത്രമല്ല 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് വേണ്ടി മത്സരരംഗത്തിറങ്ങിയ സ്ഥാനാർത്ഥികളും ഈ റിപ്പോർട്ടിൽ ഇടം നേടിയിട്ടുണ്ട്. 2021 മത്സരിക്കുകയും പിന്നീട് മണ്ഡലത്തിൽ ഉറച്ചുനിന്ന് ഈ കഴിഞ്ഞ 4 വർഷത്തിലധികം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള നേതാക്കളെയാണ് ആ മണ്ഡലങ്ങളിലേക്ക് വീണ്ടും പരിഗണിക്കുന്നത്. CR മഹേഷ് 2016 ദയനീയമായി പരാജയപ്പെട്ട കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ നിന്ന് തൻ്റെ അടിയുറച്ച പ്രവർത്തനം കൊണ്ട് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമാക്കിയിട്ടുള്ളത്. സമരമുഖത്തും സൈബർ ഇടങ്ങളിലും ജനങ്ങൾക്ക് സുപരിചിതരായിട്ടുള്ള നേതാക്കളെ പോലെ തന്നെ പ്രാദേശികമായി ശക്തമായ ജനകീയ അടിത്തറയുള്ള ജനസ്വീകാര്യതയുള്ള നേതാക്കളെയും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ ചെറുപ്പക്കാരുടെ ഒരു പട്ടിക എന്ന് തന്നെ നമുക്ക് ഈ പട്ടികയെ വിശേഷിപ്പിക്കാൻ സാധിക്കും. പ്രത്യേകിച്ചും VT ബൽറാമിനെയും അതോടൊപ്പം തന്നെ ശബരിനാഥനെയും പോലെ താരതമ്യേന ചെറുപ്പക്കാരായിട്ടുള്ള മുൻ MLA-മാരും അതുപോലെ തന്നെ അബിൻ വർക്കി, റിജിൽ മാക്കുറ്റിയെ പോലെയുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളും KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ, സംസ്ഥാന ഉപാധ്യക്ഷ ആൻ സെബാസ്റ്റ്യൻ മുതലായ വിദ്യാർത്ഥി നേതാക്കളും എല്ലാം തന്നെ ഈ പട്ടികയിൽ ഇപ്പോൾ ഇടം പിടിച്ചിട്ടുണ്ട്. News 18 പുറത്തുവിട്ടിട്ടുള്ള പട്ടിക പ്രകാരം UDF വിജയസാധ്യതയില്ലാത്ത 30 മണ്ഡലങ്ങളായി കണക്കാക്കുന്ന മണ്ഡലങ്ങളും അതോടൊപ്പം തന്നെ അവിടെ അവർ അവതരിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടികയുമാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകളിലായിട്ട് 30 സീറ്റുകൾ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് ആ സീറ്റുകൾ നിരീക്ഷിച്ച് വിലയിരുത്തിയതിനൊപ്പം തന്നെ അതിലേക്ക് കൂടുതൽ അനുയോജ്യരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തുവാനായി കോൺഗ്രസിന് സാധിച്ചാൽ ഈ മണ്ഡലങ്ങളിലെ 50% പിടിച്ചെടുത്ത് കേരളം കണ്ടിട്ടില്ലാത്തത്ര വലിയ ചരിത്രപരമായിട്ടുള്ള ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിൽ അധികാരത്തിൽ വരാമെന്നാണ് UDF ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. News 18 പുറത്തുവിട്ടിട്ടുള്ള മണ്ഡലങ്ങളുടെ പട്ടികയും അവിടേക്ക് കോൺഗ്രസ് കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടികയും നമുക്ക് വളരെ വ്യക്തമായിട്ടൊന്ന് നോക്കാം. ഈ പട്ടികയിൽ ഉൾപ്പെടുന്ന ആദ്യ മണ്ഡലം അത് കാസർഗോഡ് ജില്ലയിലെ ഉദുമ മണ്ഡലമാണ്. അവിടെ യുവ നേതാവായിട്ടുള്ള BP പ്രദീപ് കുമാറിനെയാണ് കോൺഗ്രസ് പരിഗണിക്കുന്നതെന്നാണ് നമുക്ക് സൂചനകൾ വരുന്നത്. ഇനി അതുപോലെ തന്നെ തൃക്കരിപ്പൂർ മണ്ഡലമുണ്ട്. അവിടെയാണെങ്കിൽ ജോമോൻ ജോസിനെയും, കണ്ണൂരിൽ തളിപ്പറമ്പ് മണ്ഡലത്തിൽ അബ്ദുൾ റഷീദിനെയും, പയ്യന്നൂർ മണ്ഡലത്തിൽ KSU ഉപാധ്യക്ഷൻ മുഹമ്മദ് ഷമാസിനെയും, പേരാമ്പ്ര മണ്ഡലത്തിലേക്ക് VR അനൂപിനെയും, അതുപോലെ കണ്ണൂരിലേക്ക് റിജിൽ മാക്കുറ്റിയെയും, കൊയിലാണ്ടി മണ്ഡലത്തിലേക്ക് മുൻപ് കോഴിക്കോട് നോർത്തിൽ മത്സരിച്ച KM അഭിജിത്തിനെയും, കോഴിക്കോട് നോർത്തിലേക്ക്
വിദ്യാ ബാലകൃഷ്ണനെയും, തിരുവമ്പാടി മണ്ഡലത്തിലേക്ക് മുൻപ് നേരത്തെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിത്വം നഷ്ടമായ മലപ്പുറം DCC അധ്യക്ഷൻ VS ജോയിയെയും, അതുപോലെ തന്നെ ബാലുശ്ശേരി മണ്ഡലത്തിലേക്ക് VT സൗരജിനെയും, തവനൂർ മണ്ഡലത്തിലേക്ക് 2021 പൊന്നാനിയിൽ മത്സരിച്ച് പരാജയപ്പെട്ട അഡ്വക്കേറ്റ് AM റോഹിത്തിനെയും, പട്ടാമ്പി മണ്ഡലത്തിലേക്ക് 2021 ഇവിടെ തന്നെ മത്സരിച്ച റിയാസ് മുക്കോളിയെയും, തൃത്താല മണ്ഡലത്തിലേക്ക് ആകട്ടെ തൃത്താലയുടെ മുൻ MLA ആയ KPCC വൈസ് പ്രസിഡന്റ് ആയിരുന്ന VT ബൽറാമിനെയും, തൃശൂർ മണ്ഡലത്തിലേക്ക് BJPയിൽ നിന്നെത്തിയ സന്ദീപ് വാര്യരെയും, കുന്നംകുളം മണ്ഡലത്തിലേക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ യൂത്ത് കോൺഗ്രസിലെ ഒരു താരമായ ഡോക്ടർ സോഫിയ ജോസഫ് അവരെയും, അതോടൊപ്പം തന്നെ മണലൂർ മണ്ഡലത്തിലേക്ക് ശോഭ സുബിനെയും, അതോടൊപ്പം തന്നെ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലേക്ക് OJ ജരീഷിനെയും, കോതമംഗലം മണ്ഡലത്തിലേക്ക് ചാനൽ ചർച്ചകളിലൂടെ മലയാളി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ ഡോക്ടർ ജിൻഡോ ജോണിനെയും, അതുപോലെ തന്നെ അമ്പലപ്പുഴ മണ്ഡലത്തിലേക്ക് OR കണ്ണനെയും, കായംകുളം മണ്ഡലത്തിലേക്ക് 2021 മികച്ച മത്സരം കാഴ്ചവെച്ച അരിത ബാബുവിനെയും, ചെങ്ങന്നൂർ മണ്ഡലത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷനായ അബിൻ വർക്കിയെയും, പിരിമേട് മണ്ഡലത്തിലേക്ക് KSU സംസ്ഥാന അധ്യക്ഷനായ അലോഷ്യസ് സേവിയറിനെയും, കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലേക്ക് KSU സംസ്ഥാന ഉപാധ്യക്ഷയായിട്ടുള്ള ആൻ സെബാസ്റ്റ്യനെയും, പുനലൂർ മണ്ഡലത്തിലേക്ക് അഡ്വക്കേറ്റ് സുജയ് ഖാനെയും, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക്, അതായത് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലേക്ക് അഡ്വക്കേറ്റ് KS ശബരിനാഥിനെയും, കഴക്കൂട്ടം മണ്ഡലത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി A ഗ്രൂപ്പ് ഒരു ഘട്ടത്തിൽ പരിഗണിച്ച ചാണ്ടി ഉമ്മൻ്റെ വിശ്വസ്തനായ JS അഖിലിനെയും, ചിറയൻകീഴ് മണ്ഡലത്തിലേക്ക് BS അനൂപിനെയും, അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള മനോജ് മോഹനെയും പരിഗണിക്കുന്നുവെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നെടുമങ്ങാട് മണ്ഡലത്തിലേക്ക് വരുമ്പോൾ മുൻപ് ചിറയൻകീഴ് മത്സരിച്ച അഡ്വക്കേറ്റ് BRM ഷെറീഫിനെയും, അതുപോലെ തന്നെ വർക്കല മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ AJ ആനന്ദിനെയും, അരുവിക്കര മണ്ഡലത്തിലാണെങ്കിൽ MR ബൈജുവിനെയും പരിഗണിക്കുന്നുവെന്നാണ് ഇപ്പോൾ ഈ പുറത്ത് വന്നിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മികച്ച ഒരു യുവനിരയെയാണ് CPM-നും LDF-നും കനത്ത വെല്ലുവിളി ഉയർത്തുവാനായിട്ട് കോൺഗ്രസ് ഈ മണ്ഡലങ്ങളിലേക്ക് ഇറക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ റിപ്പോർട്ടുകൾ പ്രകാരം ഈ വർഷം ഓഗസ്റ്റ് മാസത്തിൽ തന്നെ, അതായത് പൊതു തെരഞ്ഞെടുപ്പിന് ഏകദേശം ഒരു 8 മാസം മുൻപേ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെയൊക്കെ തന്നെ ചുമതല ഇവർക്ക് നൽകിക്കൊണ്ട് ഈ നേതാക്കളെ ഈ മണ്ഡലങ്ങളിൽ കളത്തിലിറക്കുമെന്നാണ് ഇപ്പോൾ നമുക്കറിയാനായിട്ട് കഴിയുന്നത്. അങ്ങനെ 2026 മാർച്ചിന് ശേഷം നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളാകേണ്ടവർ അവർക്ക് ആ മണ്ഡലത്തിൽ തന്നെ നേരത്തെ എത്തി സുപരിചിതരാകുവാനും അവിടുത്തെ പ്രവർത്തകരുമായിട്ടും ജനങ്ങളുമായി ഇടപെടുവാനും ഒക്കെ തന്നെ ജനകീയ വിഷയങ്ങളിൽ ഇടപെടുവാനുമുള്ള അവസരം നൽകുക വഴി സുപരിചിതത്വം നേടിയെടുക്കാമെന്നും അതുവഴി വിജയം ഉറപ്പിക്കാമെന്നുമാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ കണക്കാക്കുന്നത്. സുനിൽ കനകോലു ചൂണ്ടിക്കാണിക്കുന്ന വിഷയങ്ങൾ ഏറ്റെടുത്തായിരിക്കും ഈ 30 മണ്ഡലങ്ങളിലും ഈ യുവ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പ്രവർത്തിക്കുക എന്ന സൂചനകൾ പുറത്തുവിടുന്നു. ഏതായാലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വളരെ വൈകാതെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടായേക്കും.